ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ഖുർആന്റെ ശൈലി തന്നെ നോക്കൂ നിങ്ങൾ. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിശ്ചയമായിട്ടും മുത്തുനബിയിലുണ്ട്. ഫീ റസൂലില്ല എന്നാണ് ഇതിന്റെ പദപ്രയോഗം. അറബി പഠിച്ചവർക്കറിയാം ഫീ എന്നുള്ളത് ഉപയോഗിക്കുന്നത് ഇർഫായിക്കൊണ്ടാണ്. ഫീ റസൂലില്ല എന്ന് പറഞ്ഞാൽ ഒരു പാത്രം പോലെ. ഇപ്പോൾ അൽ മാലു ഫിൽ കീസ് എന്ന് പറഞ്ഞാൽ കാശ് മുഴുവൻ പോക്കറ്റിനുള്ളിലാണ്, പുറത്തല്ല, ഉള്ളിലാണ്, ഇതിൻ്റെ ഉള്ളിലാണ് എന്നതുപോലെ ലഖദ് കാന ലക്കും ഫീ റസൂലില്ല, മുത്തുനബിയിലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്വത്തുൻ ഹസന. ഏറ്റവും നല്ല, നമ്മൾ തുടരപ്പെടേണ്ട, സ്വീകരിക്കപ്പെടേണ്ട ഏറ്റവും നല്ല മാതൃമാർഗം എന്ന് പറയുന്നത് അത് മുത്തുനബിയിലാണ്. പുറത്തെവിടെ തെരഞ്ഞാലും കാണില്ല. നമുക്ക് വേണ്ടതൊക്കെ, നാം ആഗ്രഹിക്കുന്നതൊക്കെ, നമ്മുടെ ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ നാം എന്തെല്ലാം കൊതിക്കുന്നുവോ എല്ലാം ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിശ്ചയമായിട്ട് മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലാണ് അല്ലേ എല്ലാം ഉള്ളത്. മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ ആരിൽ തരാൻ കാണില്ല. ഇത്രത്തോളം ലോകം ചരിത്രം എഴുതപ്പെട്ട ഒരു വ്യക്തി ലോകത്ത് ഒരാളെ കാണാൻ കഴിയില്ല. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നത് എങ്ങനെ ചരിത്രത്തിലുണ്ട്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചതെങ്ങനെ ചരിത്രത്തിലുണ്ട്. അവിടുത്തെ ഒരു ചെരിപ്പെങ്ങനെ ചരിത്രത്തിലുണ്ട്. അവിടുന്ന് എങ്ങനെയാണ് കിടന്നത് ചരിത്രത്തിലുണ്ട്. എണീക്കുമ്പോൾ എങ്ങനെ എണീറ്റു ചരിത്രത്തിലുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ എങ്ങനെ ഭക്ഷണം കഴിച്ചു ചരിത്രത്തിലുണ്ട്. എല്ലാം ചരിത്രത്തിലുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ അടുത്ത കാലങ്ങളിൽ മരണപ്പെട്ടു പോയ ആളുകൾ, നമ്മൾ വലിയ നേതാക്കന്മാരെ കാണുന്ന ആളുകൾ, ഇപ്പൊ ഗാന്ധിജിയെ പോലുള്ള ആളുകൾ ഇന്ത്യ കണ്ട വലിയ പ്രഗത്ഭനായ നേതാവാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ എന്താ ഉള്ളത്? രാജ്യത്തിന് വേണ്ടി അദ്ദേഹം പോരാടിയ പോരാട്ടങ്ങളുണ്ടാവാം. പക്ഷെ അദ്ദേഹം എങ്ങനെ കടന്നുറങ്ങി ചരിത്രത്തിലുണ്ടാവില്ല. ഒരുപക്ഷെ വേഷമുണ്ടായിരിക്കാം, പക്ഷേ വസ്ത്രം ധരിക്കുമ്പോൾ എങ്ങനെ ധരിച്ചിരുന്ന ചരിത്രത്തിൽ ഉണ്ടായിക്കോളുന്നില്ല. എല്ലാം ഉള്ളതും ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് ഉത്തമമായ ഏറ്റവും നല്ല മാർഗം ഇതുണ്ടായാൽ പോരല്ലോ, അത് കാണണ്ടേ. എന്നാൽ എല്ലാം രേഖപ്പെടുത്തപ്പെട്ട ഒരേ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമ അഷ്റഫുൽ വറാ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ചരിത്രം രേഖപ്പെടുത്തിയൊരു വ്യക്തിയെ ലോകത്ത് മറ്റൊരാളെ കാണാൻ കഴിയില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ഈ കാലഘട്ടത്തിൽ എല്ലാം രേഖപ്പെടുത്തുന്ന കാലഘട്ടമായിട്ട് പോലും ഈ അടുത്ത കാലങ്ങളിൽ മരണപ്പെട്ടു പോയ ലോകം കണ്ട ഏത് വിഭാഗത്തിൻ്റെ ആളുകളായാലും ഇത്രത്തോളം ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയതായിട്ട് വേറെ ആളെ കാണാൻ കഴിയില്ല. എന്നാൽ പുണ്യനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിൽ നിന്ന് ഒന്നുപോലും വിട്ടുപോയിട്ടില്ല. എന്താണറിയാത്തത്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ നഖം മുറിച്ചു ചരിത്രത്തിലില്ലേ? ഏത് കയ്യിൽ തുടങ്ങി, ഏത് വിരലിൽ തുടങ്ങി, ഏത് വിരലിലാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നഖം മുറിക്കുമ്പോൾ അവസാനിപ്പിച്ചത് ചരിത്രത്തിലില്ലേ? രാജീവ് ഗാന്ധിയോട് മരണപ്പെട്ടു പോയി. രാജീവ് ഗാന്ധി ഇങ്ങനെ നഖം മുറിച്ച് ചരിത്രത്തെ കാണാൻ കഴിയില്ല. ഏത് പാർട്ടിയിലാവട്ടെ, പാർട്ടി എന്നല്ല ഏത് വിഭാഗത്തിന്റെ ആവട്ടെ, ഒരാളുടെയും നിഖില മേഖലകളിലെ ചരിത്രം സ്പർശിക്കുന്ന ഒരു ഗ്രന്ഥം ഇല്ല ലോകത്ത്, അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. എന്നാൽ പുണ്യനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം 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 രേഖപ്പെടുത്തി. ഒന്നുപോലും ഇല്ലെന്ന് പറയാൻ കഴിയും. ആ മുത്തുനബിയെ നമ്മൾ കൂടുതൽ പഠിക്കണം. പഠിക്കുമ്പോഴാണ് സ്നേഹം വർദ്ധിക്കുക. അതിനാണ് SK സ്വിങ്ങിന്റെ ക്യാമ്പയിനുമായിട്ട് മുന്നോട്ട് പോകുന്നത്. പുണ്യത്തെക്കുറിച്ച് പഠിക്കണം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരുണയാണെന്നല്ല അവിടെ പറഞ്ഞത്. കരുണയാണ് തിരുനബി. കരുണ മുഴുവൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ് കരുണ. ദുനിയാവിലും മുത്തുനബിയാണ്, പരലോകത്തും മുത്തുനബിയാണ്, ഖബറിലും മുത്തുനബിയാണ് നമുക്ക് കാരുണ്യമായിട്ട് വരാനുള്ളത് അല്ലേ? എല്ലായിടത്തും ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്ത് മാത്രമല്ല. അങ്ങനെ തെറ്റിദ്ധരിച്ചു പോകരുത്. അങ്ങനെ ഒരു ധാരണയൊന്നും നമ്മുടെ മനസ്സിൽ വന്നു പോകരുത്. നമ്മുടെ എല്ലാ ഘട്ടങ്ങളിലും വഅലമു അന്ന ഫീകും റസൂലുള്ളാഹ്, നിങ്ങൾ അറിയണം നിങ്ങൾ റസൂലുള്ളയുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ റസൂലുള്ളയുണ്ട്, നമ്മളിലാണ് മുത്തുനബി. നമ്മത് കണ്ടെത്താൻ കഴിയുന്ന മാത്രം ആ നബിയെ നമ്മൾ കണ്ടെത്താൻ കഴിയണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.
അവിടുത്തെ കരുണയെക്കുറിച്ച് നമ്മൾ പഠിക്കണം. എന്തായിരുന്നു അവിടുത്തെ കരുണയൊക്കെ? ഒരിക്കൽ പ്രവാചകർ മഹാനായ മുത്തനബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയം ഒരു കുട്ടി ഇങ്ങനെ കരഞ്ഞു വരിക, വല്ലാത്ത കരച്ചിൽ. ഈ കരച്ചിൽ കണ്ടപ്പോൾ മഹാനായ മുത്തനബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞു പോയി. എന്നിട്ട് മഹാനായ മുത്തനബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മോനെ നീ എന്തിനാണ് കരയുന്നത്? ആ കുട്ടി പുണ്യ നബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് അന ഗുലാമുൻ യതീം, നബിയെ ഞാൻ യതീമായ കുട്ടിയാണ്. വലിയ ഉമ്മുൻ അർമില, എനിക്ക് വിധവയായൊരു ഉമ്മയുണ്ട്. വലിയ ഉഖ്തുൻ യതീമ, എനിക്ക് യതീമായൊരു സഹോദരിയുമുണ്ട്. ദിവസങ്ങളോളമായ ഭക്ഷണം കഴിച്ചിട്ട് ഒന്നുമില്ല നബിയെ, ഞങ്ങൾക്ക് കഴിക്കാൻ ഒന്നുമില്ല. ഈ കുട്ടിയുടെ കരച്ചിൽ കേട്ടപ്പോൾ മഹാനായ മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊട്ടിക്കരഞ്ഞുപോയി. ആ കരച്ചിൽ സഹാബത്തും കരഞ്ഞുപോയി. എന്നിട്ട് മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെയുള്ള ആളുകളോട് പറഞ്ഞു, മുആദ് തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, മുആദേ നീ എൻ്റെ വീട്ടിലേക്ക് ചെന്ന് നോക്ക്, അവിടെ വല്ലതും ഉണ്ടോ നോക്ക്, ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ടുവരെ. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു പോയി. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ അടുക്കൽ ചെന്ന് ചോദിച്ചു. അവരുടെ എല്ലാവരുടെ വീട്ടിൽ പോയിട്ട് ആകെ ലഭ്യമായത് 21 കാരക്ക മാത്രമാണ്. അവിടെ ഒന്നും സ്റ്റോക്ക് ചെയ്തു വെച്ചിട്ടില്ല. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട് അങ്ങനെയായിരുന്നു. അവിടെ ഒന്നും എടുത്തു വെക്കുന്ന പതിവില്ല. വല്ലതുമുണ്ടെങ്കിൽ കഴിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർ കൊടുക്കുന്നു, ഒന്നും എടുത്തു വെക്കുന്ന രീതിയില്ല. ആകെ കിട്ടിയത് 21 കാരക്കയാണ്. ഈ 21 കാരക്കയുമായി കൊണ്ട് മുആദ് തങ്ങൾ തിരിച്ചു. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ 7 എണ്ണം എടുത്തു. ആ കുട്ടിയോട് പറഞ്ഞു, മോനെ ലക സബ്ഉൻ, നീ 7 എണ്ണം കൊണ്ട് തൃപ്തിപ്പെടുക, നീ 7 എണ്ണം എടുത്തുകൊള്ളുക. വലി ഉമ്മിക സബ്ഉൻ, നിന്റെ ഉമ്മാക്ക് 7 എണ്ണം കൊടുക്കുക. വലി ഉഖ്തിക സബ്ഉൻ, നിന്റെ സഹോദരിക്ക് 7 എണ്ണം കൊടുക്കുക. ആ കുട്ടിക്ക് 21 കാരക്ക കിട്ടിയപ്പോൾ വല്ലാത്തൊരു ആനന്ദം, വല്ലാത്തൊരു സന്തോഷം. കുട്ടിയുടെ മനം പൊട്ടിപ്പോയി, കണ്ണിലൂടെ വെള്ളം ചാലിട്ടൊഴുകിപ്പോയി. ആ കുട്ടി വകബ്ബറ വഹല്ലല, ആ കുട്ടി അങ്ങനെ തക്ബീർ ചൊല്ലാൻ തുടങ്ങി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. സന്തോഷം കൊണ്ട് തക്ബീർ ചൊല്ലി, സന്തോഷം കൊണ്ട് അല്ലാഹു പറഞ്ഞു, നബിയേ യാ റസൂലല്ലാഹ് മാ അറദ്തു ഇല്ലൽ ഖൈർ. ഇല്ല നബിയേ, ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, ഞാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, ഖൈർ മാത്രമേ ഉള്ളൂ. അങ്ങ് 21 കാരക്കെങ്കിലും കൊടുത്തു, എൻ്റെ കയ്യിൽ കൊടുക്കാൻ ഒന്നുമില്ല നബിയെ, ഒന്നുമില്ല. ഒരു കാരക്ക പോലും കൊടുക്കാൻ എൻ്റെ കയ്യിലല്ല നബിയെ. ഒന്ന് സമാധാനിപ്പിക്കാമെന്ന ചിന്തയോടെ ഒന്ന് തടവിക്കൊടുത്തതാണ്. ഒരു സമാധാനത്തിൻ്റെ ഒരു സന്ദേശമാവട്ടെ നിനക്കൊന്ന് തടവിക്കൊടുത്തതാണ്. ഇത് പറഞ്ഞ സമയത്ത് മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മുആദിനോട്, മുആദ് നീ നിന്റെ കൈ കൊണ്ട് ആ യതീം കുട്ടിയുടെ തലയിൽ തടവിയപ്പോൾ ആ കുട്ടിയുടെ തലയിൽ നിന്ന് എത്ര രോമമാണോ നിന്റെ കയ്യിൽ സ്പർശിച്ചതെങ്കിൽ ആ രോമത്തിന്റെ എണ്ണത്തിന്റെ തോതനുസരിച്ച് കൊണ്ട് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക യാ മുആദ്. അതെ, എൻ്റെ ജീവിതത്തിൻ്റെ ഇന്നരകൾ വന്നുപോയ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു വന്നിരിക്കുന്നു എന്ന് പുണ്യ നബി മുഹമ്മദ് റസൂലുള്ളാഹി അവിടെ പ്രാധാന്യം കൊടുത്തു. തൻ്റെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ പോലും പുറത്തു കിട്ടും. എന്ത് കാരണമായിക്കൊണ്ട്? കാരുണ്യം കാരണമായിക്കൊണ്ട്. കാരുണ്യത്തിന് മുത്തുനബി കൊടുത്ത പ്രാധാന്യമാണിത്. കാരുണ്യത്തിന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം മുഴുവനും അങ്ങനെയായിരുന്നു, കരുണയായിരുന്നു. എല്ലാവരോടും കരുണ, കുട്ടികളോട് കരുണ, പ്രായമുള്ളവരോട് കരുണ, എല്ലാവരോടും കരുണ. വിധവകളായ സഹോദരിമാരോട് എന്തൊരു പ്രാധാന്യമായിരുന്നു മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയിരുന്നത്. വിധവകളെ സംരക്ഷിക്കുന്ന വിഷയത്തിൽ, അവരെ സഹായിക്കുന്ന വിഷയത്തിൽ, എല്ലാ മേഖലയും, ഒരു മേഖല എന്നല്ല എല്ലാ ജീവികളോടും കരുണയായിരുന്നല്ലോ മഹാനായ മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു. കരുണയ്ക്ക് വേറെ പ്രാധാന്യം കൊടുത്ത ലോകത്തേക വ്യക്തിത്വം മഹാനായ മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ഇങ്ങനെ ഇരിക്കുന്ന സമയം സഹാബത്തുള്ളൊരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്, ഉള്ളൊരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണത്? മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യാത്ര മധ്യേ അദ്ദേഹത്തിന് വല്ലാത്ത ദാഹം വന്നുപോയി. കുടിക്കാൻ വെള്ളമില്ല. ദൂരെ ദിക്കിൽ അദ്ദേഹം ഒരു കിണർ കണ്ടു.
കിണർ കണ്ടപ്പോൾ കിണറിന്റെ വക്കിൽ ചെന്ന് നോക്കുമ്പോൾ കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കാൻ ബക്കറ്റിയില്ല, കയറില്ല. അദ്ദേഹം കഷ്ടപ്പെട്ടു, കിണറ്റിലിറങ്ങി വെള്ളം കുടിച്ചു, വേണ്ടുവോളം വെള്ളം കുടിച്ചു. പുറത്തേക്ക് വന്നപ്പോൾ ഒരു നായ അദ്ദേഹം കാണുകയാണ്. ഒരു നായ ഇങ്ങനെ കിണറിന്റെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. നായക്ക് ദാഹമുള്ളതുപോലെ ഈ നായ ഇങ്ങനെ കിണറിന്റെ ചുറ്റുഭാഗം നടക്കുന്ന രംഗമാണ് ഇദ്ദേഹം കാണുന്നത്. നായ്ക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം, വെള്ളം എടുത്തു കൊടുക്കണം ആഗ്രഹമുണ്ട്. പക്ഷേ ബക്കറ്റിയില്ല, കപ്പില്ല, ഒരു സംവിധാനമില്ല. ഇദ്ദേഹം എന്തേ ചെയ്തത്? മഹാനായ മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ഉടനെ തന്നെ അദ്ദേഹം കിണറ്റിലേക്ക് വീണ്ടും ഇറങ്ങി. തൻ്റെ ഷോക്സ് എടുത്തു. ഷോക്സ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഷോക്സ് അല്ല, അന്നത്തെ കാലുറ. അതിൽ വെള്ളം നിറക്കാൻ പറ്റുന്ന തോല് കൊണ്ടുള്ള കാലുറയാണ്. അതെടുത്തു, കിണറ്റിലേക്ക് ഇറങ്ങി, വെള്ളം നിറച്ചു, പല്ലുകളെ കൊണ്ട് കടിച്ചു പിടിച്ചു, കഷ്ടപ്പെട്ട് പുറത്തേക്കിറങ്ങി. എന്നിട്ട് ഈ നായക്ക് വെള്ളം കൊടുത്തു. ഏത് നായക്ക്? ഇസ്ലാമിൽ മുഗലലായ നജസ്സാണ് നായ എന്ന് പറയുന്നത്. ഏറ്റവും ഗൗരവമായ നജസ്സാണ്. ഒരു കുട്ടി മൂത്രം ഒഴിച്ചാൽ നമ്മുടെ ശരീരത്തിൽ മൂത്രമായാൽ കഴുകിക്കളഞ്ഞാൽ മതി. നായ തൊട്ടാലോ? കഴുകിയാൽ പോരാ, 7 പ്രാവശ്യം കഴുകണം. അതിലൊരു പ്രാവശ്യം മണ്ണ് കലക്കി വെള്ളം കൊണ്ട് കഴുകണം. അത്രത്തോളം ഗൗരവമേറിയ മുഗലലായ നജസ്സാണ് നായ എന്ന് പറയുന്നത്. ആ നായക്ക് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കും. മഹാനായ മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സംഭവം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു തആല ഈ വ്യക്തിക്ക്, നായക്ക് വെള്ളം കൊടുത്തൊരൊറ്റ കാരണം കൊണ്ട് അല്ലാഹു അദ്ദേഹത്തിന്റെ പാപങ്ങളൊക്കെ ഗഫറല്ലാഹു ലഹു, അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്തിരിക്കുന്നു. മാത്രമല്ല അല്ലാഹു അദ്ദേഹത്തെ സ്വർഗത്തിൽ കടത്തുമെന്ന് മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരോടവിടെ കരുണ കാണിച്ചത്? ഒരു നായോട് പോലും കരുണ കാണിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുത്ത അഷ്റഫുൽ വറാ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ജീവികളോട് അല്ലേ ഒരിക്കലും നടന്നു പോകുമ്പോഴല്ലേ മഹാനായ മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോഴാണ് ഞാനിത് പറയുന്നത്. എല്ലാത്തിനോടും മുത്തുനബിയുള്ള സ്നേഹം, മുത്തുനബിയുടെ കരുണയാണ്. ഉഹദിന്റെ അരികിലൂടെ പോകുമ്പോഴല്ലേ ഒന്ന് നിന്നിട്ട് പറഞ്ഞു, സഹാബത്തെ, ഇത് ഉഹദാണ്. അതാ ഉഹദുൻ യുഹിബ്ബുനാ വനുഹിബ്ബുഹു. ഉഹദ് നമ്മളെ ഇഷ്ടപ്പെടുന്നു, ഉഹദിനെ നമ്മൾ സ്നേഹിക്കുന്നു. എന്തിനെ? ഒരു ജീവിയെയല്ല, ഒരു വ്യക്തിയെയല്ല, ഒരു വസ്തുവിനെ പോലും മഹാനായ മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര കരുണയാണ് ഇതിനോട് കാണിച്ചത്. മദീനത്ത് മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുത്തുബോധിയിരുന്നത് ഒരു ഈത്തപ്പനയുടെ മട്ടിലിന്റെ മുകളിൽ കയറിയിട്ടാണ്. നല്ലൊരു മിമ്പർ അന്ന് ഉണ്ടായിരുന്നില്ല. ഈത്തപ്പനയുടെ മട്ടിലിന്റെ മുകളിൽ കയറിയിട്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുത്തുബോധാറുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുത്തുനബിക്കൊരു പുതിയൊരു മിമ്പർ ഒരാൾ ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായിക്കൊണ്ടും പഴയ മിമ്പറയായ ഈ ഈത്തപ്പന മട്ടിലങ്ങ് മാറ്റിവെച്ചു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിന്റെ മുകളിൽ കയറി കുത്തുബോധിക്കൊണ്ടിരിക്കുമ്പോൾ സഹാബാക്കൾ പറയാ, ഞങ്ങളൊരു ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. കൊച്ചുകുട്ടികൾ തേങ്ങി കരയുന്നത് പോലെ ഒരു കരച്ചിൽ ഞങ്ങളിങ്ങനെ കേൾക്കുന്നുണ്ട്. ഞങ്ങളിങ്ങനെ ശ്രദ്ധിച്ചു, എവിടുന്നാണ് ഈ കരച്ചിൽ? ആരാണ് ഈ കരയുന്നത്? നോക്കുമ്പോൾ ഈ ഈത്തപ്പന മട്ടിൽ വെച്ച ഭാഗത്താണ് കരച്ചിൽ കേൾക്കുന്നത്. നിസ്കാരം കഴിഞ്ഞപ്പോൾ മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഈത്തപ്പന മട്ടിലിനടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ഈത്തപ്പനയുടെ തലയിലൊന്ന് തടവിക്കൊടുക്കുകയാണ്. ആ ഈത്തപ്പന മട്ടിലിന്റെ തലയിലൊന്ന് തടവിക്കൊടുക്കുകയാണ്. മഹാന്മാര് പറയുകയാണ്, അന്ന് മുത്തുനബി തടവിയില്ലായിരുന്നുവെങ്കിൽ ഖിയാമത്ത് നാൾ വരെ ആ ഈത്തപ്പന മട്ടിൽ കരയുമായിരുന്നു. ഒരു ഈത്തപ്പന മട്ടിലോട് പോലും പുണ്യനബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ച കാരുണ്യം എത്രയാണ്. ഇനി നമ്മോട് കാണിച്ച കാരണം എത്രയാണ്? നമ്മളോട്, ഈ ഉമ്മത്തിനോട് കാണിച്ച കാരണം നമുക്ക് മറക്കാൻ കഴിയില്ലല്ലോ. പുണ്യനബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് കാണിച്ചത്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു എല്ലാം കൊടുത്തു, വേണ്ടതൊക്കെ കൊടുത്തു. എന്തൊക്കെ വേണോ വേണ്ടതൊക്കെ കൊടുത്തു. അവസാനം പറഞ്ഞ പോലെ സൗഫ യുതീക റബ്ബുക ഫതർല്ലാഹ്. നബിയേ, അങ്ങക്ക് വേണ്ടതൊക്കെ എന്തൊക്കെയാണോ അങ്ങക്ക് ആവശ്യമുള്ളത്, വല സൗഫ യുതീക റബ്ബുക ഫതർല്ലാഹ്,
അങ്ങക്ക് എന്ത് വേണോ നബിയേ, അതെല്ലാം അങ്ങയുടെ റബ്ബ് തരും നബിയേ. ഫത്തറല്ലോ, അപ്പങ്ങ് തൃപ്തിപ്പെടും നബിയേ. എന്തൊക്കെ വേണോ? വലസൗഫ യുഅ്തീക റബ്ബുക ഫത്തറല്ലോ. നബിയേ, എന്താണോ അങ്ങ് ആഗ്രഹിക്കുന്നത്, എന്താഗ്രഹിച്ചാലും അങ്ങക്ക് തരാൻ നബിയേ. നമ്മുടെയൊക്കെ മനസ്സെങ്ങനെ ഇരിക്കും? നമുക്ക് തരാളൊക്കെ തരാന്ന് പറഞ്ഞാൽ നമുക്ക് തൃപ്തിയാകും. എന്താണ് ആ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാക്കെന്താണ്? ഇല്ല ഇല്ല, ഞാൻ തൃപ്തിപ്പെടുകയില്ല. എനിക്കെന്തൊക്കെ കിട്ടിയാലും എൻ്റെ മനസ്സിന് സന്തോഷമാകുന്ന വിധം എൻ്റെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങൾ കിട്ടിയാലും ഇല്ല, ഞാൻ ഒരിക്കലും തൃപ്തിപ്പെടുകയില്ല. അള്ളാഹു വേണ്ടതൊക്കെ തരാം, അപ്പൊ താങ്കൾ തൃപ്തിപ്പെടുമെന്ന് പറഞ്ഞപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രതികരണം എന്താ? ഇല്ല, എന്ത് കിട്ടിയാലും എത്ര തന്നെ കിട്ടിയാലും ഞാനൊരിക്കലും തൃപ്തിപ്പെടുകയില്ല. ഫവാഹിദും മിൻ ഉമ്മത്തി ഫിന്നാർ. വല്ലാത്തൊരു വാക്കാ. എന്താ പറഞ്ഞത്? ഫവാഹിദും മിൻ ഉമ്മത്തി, എൻ്റെ സമുദായത്തിൽ നിന്ന് ഒരാളെങ്ങാനും നരകത്തിലേക്ക് പോവുകയാണെങ്കിൽ എനിക്കൊരിക്കലും തൃപ്തി വരികയില്ല. ഇത് പറയാൻ ലോകത്ത് വേറെ ആരുണ്ടാകും? ആരുണ്ടാകുക? ഏത് രാഷ്ട്രീയക്കാരനുണ്ടാകുക? ഒരാളുണ്ടാവൂല. ഏത് പാർട്ടിക്കാരൻ, ഏത് സങ്കടക്കാരൻ, ഒരാളുണ്ടാവൂല. നബി പറയാണ്, എന്ത് ലഭ്യമായാലും അള്ളാഹു പറഞ്ഞു നബിയേ, അങ്ങക്ക് വേണ്ടതൊക്കെ തരാം, എന്തൊക്കെ വേണോ എല്ലാം തരാം, അപ്പോൾ താങ്കൾ തൃപ്തിപ്പെടും പറയുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതില്ല, ഞാൻ തൃപ്തിപ്പെടുകയില്ല. ഞാൻ തൃപ്തിപ്പെടണമെങ്കിൽ എൻ്റെ ഉമ്മത്ത് മുഴുവൻ സ്വർഗത്തിൽ പോകണം. എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാളെങ്ങാനും നരകത്തിലാണെങ്കിൽ എനിക്കൊരിക്കലും തൃപ്തി വരികയില്ല. ഈ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആരെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്? ഇങ്ങനെ എല്ലാ മേഖലയിലും കരുണ. ഇനി പരലോകത്ത് ചെല്ലുമ്പോൾ നോക്കൂ നിങ്ങൾ, റഫീഖുൽ അഅല, ഉന്നതമായ, ഏറ്റവും ഉന്നതമായ സ്വർഗം തയ്യാറാക്കി വെച്ചിരിക്കുന്നു. അതിൻ്റെ പേരും ഒക്കെ തർക്കമുണ്ടെങ്കിലും ഏറ്റവും ഉന്നതമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തന്നെയാണ്, തർക്കമില്ല. പക്ഷേ എല്ലാം തയ്യാറായി മുത്തുനബിക്ക് സ്വർഗത്തിലേക്ക് പോയാൽ മതി. പക്ഷേ പോകുന്നില്ല. ഹദീസിൽ കാണാം, സുജൂദിൽ വീണ് കിടക്കുകയാണ്. സുജൂദിൽ കടന്ന് പൊട്ടി കരയുകയാണ്. നാളെ മഹ്ശറ മൻസബ് നടക്കുമ്പോൾ ഓരോരുത്തരും നഫ്സി നഫ്സി, എൻ്റെ ശരീരമേ എൻ്റെ ശരീരമേ എന്നാലോചിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നബി അവിടെ കടന്ന് കരയുകയാണ്, സുജൂദിൽ കിടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു പറയുന്നൊരു വാക്കുണ്ട്, യാ റസൂലല്ലാഹ് ഇർഫഅ, നബിയേ തലയൊന്ന് ഉയർത്തു, സൽ തുഅ്താ, ചോദിക്കൂ നബിയേ ചോദിക്കൂ, എന്ത് ചോദിച്ചാലും തരാം. എല്ലാം കിട്ടി പോയാൽ മതി, അവിടെ എല്ലാം റെഡിയാണ്, വേണ്ടതൊക്കെയുണ്ട്, പോയാൽ മതി. പക്ഷേ പോകൂല, സ്വർഗത്തിലേക്ക് പോകില്ല. എൻ്റെ ഉമ്മത്തിൻ്റെ കാര്യമറിയാതെ ഞാൻ സ്വർഗത്തിലേക്ക് പോകില്ലെന്ന് പറഞ്ഞ് സുജൂദിൽ കിടക്കുന്ന ഒരു വ്യക്തിയുണ്ടെങ്കിൽ അത് അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാതെ ആരെയാണ് നമുക്ക്? ഈ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെല്ലാതെ ആരെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്? കഴിഞ്ഞില്ല. എവിടൊക്കെയാണ് കരുണ? അവിടുന്ന് കഴിഞ്ഞത് ആ സിറാത്തിന്റെ അരികിലും മുത്തുനബി ഇരിക്കുകയാണ്. കാണാം, സിറാത്തിന്റെ അവിടെയും മുത്തുനബി ഇരിക്കുകയാണ്. എന്നിട്ട് പറയുന്ന വാക്കെന്താണ്? അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം. അല്ലാഹുവേ, എൻ്റെ ഉമ്മത്തിനെ രക്ഷിക്കണേ അല്ലാ, എൻ്റെ ഉമ്മത്തിനെ രക്ഷിക്കണേ അല്ലാ. കാത്ത് കടന്നു പോകുമ്പോ, ആ പാലം കടന്നു പോകുമ്പോഴും നബി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ഉമ്മത്തിനെ രക്ഷിക്കണേ അല്ലാ, എൻ്റെ ഉമ്മത്തിനെ രക്ഷിക്കണേ അല്ലാ. ഇങ്ങനെ എല്ലാ മേഖലകളിലും നമുക്ക് കരുണയായിട്ട് ലോകത്തൊരാളുണ്ടെങ്കിൽ അത് അഷ്റഫുൽ വറാ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ.